ഇന്ന് നമ്മൾ പോകുന്നത് കന്യാകുമാരിക്ക് അടുത്തുള്ള ഒരു ഹിഡൻ ബീച്ചിലേക്കാണ്. അതാണ് മാർത്താണ്ഡൻ തുറൈ ബീച്ച്. നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് ഹിസ്റ്ററിയും ബ്യൂട്ടിയും ഒക്കെ ചേർന്ന മാർത്താണ്ഡൻ തുറൈ എന്ന തീരഗ്രാമത്തിന്റെ വിശേഷങ്ങളും കൂടിയാണ്. മാർത്താണ്ഡൻ തുറൈ ബീച്ചിനെ പറ്റി മാത്രമല്ല, മാർത്താണ്ഡൻ തുറൈ എന്ന തീരഗ്രാമത്തിന്റെ ചരിത്രവും പ്രത്യേകതകളും കൂടി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ ബീച്ച് തമിഴ്നാട്ടിലാണെങ്കിലും കേരളമായിട്ട് ഒരുപാട് ബന്ധമുള്ള ഒരു ബീച്ച് കൂടിയാണിത്. ഇവിടെയുള്ള ആളുകൾ സംസാരിക്കുന്നത് മലയാളം തന്നെയാണ്. ഈ ബീച്ചിലേക്ക് പോകുന്നത് ഇടവഴിയിലൂടെയാണ്. കുറച്ചു ദൂരം പോയി കഴിയുമ്പോൾ ഒരു ചർച്ച് കാണാനായിട്ട് പറ്റും. ഈ ചർച്ചിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് നമുക്ക് ബീച്ച് കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ പറയാം. ചർച്ച് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ബീച്ച് കാണാൻ പറ്റും. മിക്ക ബീച്ചുകളിലും കാണാറുള്ള പതിവ് കാഴ്ചയാണല്ലോ കടല വിൽക്കുന്നവര്, ഐസ്ക്രീം വിൽക്കുന്നവര്, പോപ്കോൺസ് ഇങ്ങനെയൊക്കെ. എന്നാൽ ഇവിടെ അങ്ങനെയൊന്നും കാണാൻ പറ്റിയില്ല. ഞങ്ങൾ കാർ ഇവിടെയാണ് പാർക്ക് ചെയ്തതെങ്കിലും ഇത് കാർ പാർക്കിംഗ് അല്ല. ഞങ്ങൾക്ക് അറിയാവുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ കാർ അവിടെ പാർക്ക് ചെയ്യുന്നത്. നമുക്കിനി ബീച്ചിന്റെ കുറച്ച് വിഷ്വൽസ് കണ്ടിട്ട് തിരിച്ചു വരാം. ഈ കടല് കാണാൻ ഭംഗിയാണെങ്കിലും അപകടങ്ങൾ പലതും ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. അവിടെയുള്ള ആളുകളോട് ചോദിച്ചപ്പോൾ ഇനി 3 മാസത്തേക്ക് കടല് കയറില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഞങ്ങൾ പോയതിന് ശേഷം കടല് കയറി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എനിക്ക് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയ ഒരു സംഭവമായിരുന്നു ഈ പായല്. ഇങ്ങനെ വേറെ ഒരു കടൽ തീരത്ത് ഞാൻ ഇങ്ങനെ ഈ പായൽ കണ്ടിട്ടില്ല. വേറെ എവിടെ ഉണ്ടോന്ന് അറിയില്ല. ഞാൻ പോയിടത്തൊന്നും ഇങ്ങനത്തെ ഈ ഒരു പച്ചപ്പും അതുപോലെ ഈ സീൻ ചേർന്ന ഒരു രീതിയിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കുറച്ചു നേരം അവിടെ കൂടെ അങ്ങനെ കറങ്ങിയൊക്കെ നടന്നു. അപ്പോഴാണ് 2 പേര് കടലിൽ നിന്ന് എന്തോ എടുത്ത് കരയിൽ കൊണ്ടിടുന്നുണ്ട്. അത് ഞാൻ കണ്ടതും അതെന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയായി. അങ്ങനെ അവര് കരയിലേക്ക് വന്നപ്പോൾ അതെന്താണെന്ന് ഞാൻ അന്വേഷിച്ചു. അവര് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അവര് എടുക്കുന്നത് ചിപ്പി അല്ലെങ്കിൽ കല്ലുമക്കായ അല്ലെങ്കിൽ കക്ക എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ്. ഈ കക്കയുടെ സീസൺ അവിടെ ആയിട്ടില്ല. അത് വളർന്നു വരുന്നതേ ഉള്ളൂ. നമുക്കറിയാലോ ഈ പാറയിലൊക്കെ മുട്ടയിട്ട് വെക്കും. അതിങ്ങനെ പതുക്കെ വളർന്ന് കുറെ വലുതാവുമ്പോഴാണ് ഇത് അതിൻ്റെതായ സൈസ് എത്തിയിട്ട് എടുക്കുന്നത്. ഒരു കത്തി വെച്ചിട്ട് പാറയിൽ നിന്ന് ഇതിനെ ചെത്തി എടുത്ത് ഇവിടെ കൊണ്ടിടുന്നതാണ് അവർ ചെയ്യുന്നത്. പാറയിൽ ഇരിക്കുന്നത് വരെയും ഇതിന് ജീവൻ ഉണ്ടാവും. പാറയിൽ നിന്ന് എപ്പോഴാണോ നമ്മൾ അതിനെ അടർത്തി എടുക്കുന്നത് അപ്പോൾ അതിന്റെ ജീവൻ നഷ്ടപ്പെടും. പണ്ട് നമ്മൾ കേട്ടില്ലേ ഈ ചിപ്പി നമ്മൾ ഈ വേവിക്കാനായിട്ട് വെക്കുമ്പോൾ അതിലൊന്നൊരു സൗണ്ട് വരും, അത് ചിപ്പിക്ക് ജീവനുണ്ട് അതുകൊണ്ട് കരയുന്നതാണ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. മേ ബി ഈ ചിപ്പി ബോയിൽ ആവുന്ന സമയത്ത് ഇത് ഓപ്പൺ ആവുമല്ലോ, അപ്പത്തേക്ക് അതിൽ എന്തെങ്കിലും ഒരു പ്രഷർ വേരിയേഷൻസ് വെച്ചിട്ട് വരുന്ന സൗണ്ടുകളായിരിക്കും അതൊക്കെ. വേറെന്തോ കൂടി അവർ എടുക്കുന്നുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ചപ്പോൾ കൊഞ്ചിന്റെ ചെറിയ എന്തോ ക്രിയേച്ചർ എന്നാണ് അവർ പറഞ്ഞത്. ആ ഒരു വേർഡ് എനിക്ക് മനസ്സിലായില്ല. അവർ ഈ കക്ക എടുത്തോണ്ട് പോകുന്ന വഴിയിൽ ഒരു കക്ക താഴെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അതിനെ എടുത്ത് അതിന്റെ ഭംഗിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് വേറൊരു സംഭവം ഞാൻ കണ്ടത്. നമ്മൾ ഈ പായൽ കിടക്കുന്നില്ലേ, ആ പായലിനിടയിലെല്ലാം ഈ ചിപ്പിയുണ്ട്. ഞാനും അവിടേക്ക് പോയി കുറച്ച് കക്ക കൂടി എടുത്തു. ആ പായലില് ചെറിയ വഴുക്കലൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം പറിച്ചെടുക്കാനൊക്കെ പറ്റും.
അങ്ങനെ ഞങ്ങൾക്ക് ഇത്രയും കക്ക കിട്ടി. പക്ഷെ എടുക്കാൻ മറന്നുപോയി അവിടെ തന്നെ വെച്ചിട്ട് വന്നു. ഇവിടുത്തെ ജീവിതം കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ മിക്കവരും മത്സ്യത്തൊഴിലാളികളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കടൽ ജീവിതം കാണാൻ പറ്റുന്ന ഒരു ബ്യൂട്ടി സ്പോട്ട് കൂടിയാണ്. ഇവിടുത്തെ ജനങ്ങൾ വളരെ ഫ്രണ്ട്ലിയാണ്. ഇവിടുത്തെ സ്റ്റോറീസ് കേട്ടാൽ ഈ ഗ്രാമം എത്ര പഴക്കം ചെന്നതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. മാർത്താണ്ഡൻതുറൈ എന്ന പേരിന് പിന്നിൽ പോലും ഒരു ചരിത്രം ഒളിഞ്ഞു കിടപ്പുണ്ട്. തിരുവിതാംകൂർ മഹാരാജാവായ മാർത്താണ്ഡവർമ്മ ഈ പ്രദേശം വികസിപ്പിക്കാൻ വലിയ പങ്ക് വഹിക്കുകയും മാർത്താണ്ഡൻതുറൈ എന്ന പേര് ഈ ഗ്രാമത്തിന് ലഭിക്കുകയും ചെയ്തു. ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ ഭരണകാലത്ത് 1860 ജൂലൈയിൽ AVM കനാൽ രൂപീകരിച്ചു. തിരുവനന്തപുരത്തെ കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കുന്നതിനും അങ്ങനെ രാജ്യത്തിന്റെ തെക്കേ അറ്റത്തേക്ക് ജലഗതാഗതം വ്യാപിപ്പിക്കുന്നതിനുമുള്ള ഒരു പദ്ധതിയായിരുന്നു ഇത്. AVM എന്നാൽ അനന്ത വിക്ടോറിയ മാർത്താണ്ഡം കനാൽ എന്നാണ്. വെള്ളം വഴി ട്രേഡ് നടത്തുക, ഇതായിരുന്നു ഈ പദ്ധതിയുടെ ഉദ്ദേശം. എന്നാൽ ഈ പ്രോജക്റ്റ് പൂർത്തിയാകാതെ പോയി. ഇന്നും അതിന്റെ പല ഭാഗങ്ങളും ഇവിടെയുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് 42 കിലോമീറ്ററും മാർത്താണ്ഡത്തിൽ നിന്ന് 19 കിലോമീറ്ററും കന്യാകുമാരിയിൽ നിന്ന് 65 കിലോമീറ്ററും നാഗർകോവിൽ നിന്ന് 41 കിലോമീറ്റർ ദൂരമാണ് ഇങ്ങോട്ടേക്കുള്ളത്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു പള്ളിയെ കുറിച്ച് പറഞ്ഞിരുന്നില്ലേ, ആ പള്ളിയുടെ സൈഡിലൂടെയും കടലിലേക്ക് ഇറങ്ങാൻ പറ്റും. ഈ പള്ളിക്കും ഒരു ചരിത്രം പറയാനായിട്ടുണ്ട്. 1500കളിൽ പോർച്ചുഗീസ് കടൽ വ്യാപാരികൾ കേരള തമിഴ്നാട് തീരപ്രദേശങ്ങളിൽ എത്തിയപ്പോൾ കന്യാകുമാരിയിലേക്കും അവർ കടന്നു. അവരുടെ സ്വാധീനം മാർത്താണ്ഡൻതുറൈ, കുളച്ചൽ, കന്യാകുമാരി തുടങ്ങിയ തീരഗ്രാമങ്ങളിൽ വ്യക്തമായിരുന്നു. പോർച്ചുഗീസ് മിഷണറിമാർ ഇവിടെ ക്രിസ്തുമത പ്രചാരം ആരംഭിച്ചു. ഇതിന്റെ ഫലമായി ഗ്രാമത്തിലെ ഭൂരിഭാഗം ആളുകളും റോമൻ കാത്തലിക്കായി മാറി. പണ്ടുകാലത്ത് കല്ലുകൊണ്ട് പണിത ചെറിയ പള്ളികൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് അത് വികസിച്ച് ഇന്നത്തെ അവർ ലേഡി ഓഫ് ഡോളേഴ്സ് ചർച്ചായി മാറി. ചർച്ചിന്റെ സൈഡിലൂടെ ബീച്ചിലേക്ക് പോകുന്ന ഒരു വഴിയാണ് ഇത്. ഇവിടെ ഒരുപാട് ഇടങ്ങളിലൂടെ നമുക്ക് ഈ ബീച്ചിലോട്ട് ഇറങ്ങാൻ പറ്റും. പിന്നെ ക്രാഫ്റ്റേഴ്സ് ആരും സീഷെല്ല് വിടാറില്ലല്ലോ. അങ്ങനെ ഞാനും കുറെ സീഷെൽസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ചർച്ചിന്റെ ഫ്രണ്ടിലായിട്ട് ഒരുപാട് സീഷെൽസ് കിട്ടി. ഇപ്പോ ഈ കാണുന്നത് മൊത്തം കല്ലറകളാണ്. ചർച്ചിന്റെ സിമിത്തേരി ആണിതെന്നാണ് തോന്നുന്നത്. പൊഴിയൂർ, പൂവാർ ഇതൊക്കെ ഇതിനടുത്തായിട്ടുള്ള ബീച്ചുകളാണ്. ഇത് കൊല്ലങ്കോട് ടൗൺ പഞ്ചായത്തിന്റെ ഭാഗമാണ്. കൊല്ലങ്കോട് ബീച്ച് എന്നും ഇത് അറിയപ്പെടാറുണ്ട്. കൊല്ലങ്കോട് തൂക്കം ഇവിടുത്തെ പ്രസിദ്ധമായ ഒരു ഉത്സവമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. And thank you for watching.